പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാനൊരു യാത്രയോടുള്ള ബന്ധത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കലെത്തുവാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന നമ്മുടെ പ്രഭാത ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന ഒരു പ്രഭാത ചിന്ത സഫലമായൊരു വാതിൽ. ഒരുപാട് ദൈവമക്കൾ എന്നെ വിളിച്ചു, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് വളരെ ശക്തമായി അവരുടെ പല വിഷയങ്ങൾക്ക് ഒരു മറുപടിയായിരുന്നു എന്ന് കേൾപ്പിക്കുവാനിടയായി. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന രീതികൾ, ദൈവത്തിൻ്റെ പ്രതിക്രിയകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്നത്തെ പ്രഭാത ചിന്തയുടെ ശീർഷകം നിങ്ങൾ വായിച്ചു കാണും. നമുക്ക് വിജയം തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം എന്ന ഒരു സീക്രട്ട് ചിന്തയാണ് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പലരും, ഇവൻ ദൈവമക്കളെന്ന് അനുമാനിക്കുന്ന പലരും പരാജയത്തിൻ്റെ താഴ്വരകളിലാണ്. പരാജയം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദനകൾക്കും ഡിപ്രഷനുകൾക്കും ഒക്കെ കാരണമായി തീരുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി തൻ്റെ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് കുതിക്കാതെ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുവാൻ കാരണമെന്താണ്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അവൻ പലതും മറന്നു പോകുകയാണ്. പലതും മറന്നു പോകുന്ന കൂട്ടത്തിൽ പ്രധാനമായും മറന്നു പോകുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമ ചരിത്രത്തിൽ മോശ ഇസ്രായേലിൻ്റെ നായകനായി ഇസ്രായേൽ ജനതയെ നയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു വലിയ യുദ്ധം, അമോര്യർ അവർക്ക് നേരെ യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്ന് കണ്ടപ്പോൾ മോശ തൻ്റെ വലങ്കരം ഉയർത്തി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ മോശ ഇസ്രായേൽ ജനതയോട് പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾ യുദ്ധം ചെയ്യും. എൻ്റെ കൈ ഉയർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അല്ല, എൻ്റെ കരം താണുപോയാൽ നമ്മൾ പരാജയപ്പെടും. ഇതെന്തിനെ കാണിക്കുകയാണ്? ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിലും ഇത് പ്രാർത്ഥനയുടെ ഒരു വശത്തെ കാണിക്കുകയാണ്. മോശയുടെ കരം, അതായത് പ്രാർത്ഥനയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ക്ഷീണം ഭവിക്കാം, തളർച്ചയുണ്ടാകാം, നമ്മുടെ കൈ താഴോട്ട് വീണു പോകുമോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ വലിയ ആഘാതത്തിലേക്ക് പതിക്കുവാൻ സാധ്യതകളേറെയാണ്. എന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ ജനത പരാജയപ്പെടാതെ അവരെ വിജയത്തിൻ്റെ സോപാനത്തിലെത്തിക്കാൻ മോശ മാത്രമല്ല, മോശയോടൊപ്പം അഹരോനും ഹൂരും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. പ്രിയരെ, നാം പരാജയപ്പെടുന്നതിൻ്റെ കാരണം, ഒന്ന്, നമ്മെ പ്രാർത്ഥനയിൽ സഹായിപ്പാൻ, അതിലുപരി നമുക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, പരാജയത്തിൻ്റെ വക്കിലാണ് നിങ്ങളുടെ നിൽപ്പെങ്കിൽ, നിങ്ങൾ പരാജയം കണ്ട് മടുത്തിട്ട്
ജീവിതത്തിൽ ഇനി ഒന്നും നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കിത് സാധ്യമല്ല എന്ന് വിചാരിച്ചാണ് നിൽപ്പെങ്കിൽ നിങ്ങളോടുള്ള ദൈവാത്മാവിൻ്റെ ഇടപെടലാണ്. മോശയുടെ കരം ഉയർത്തിപ്പിടിക്കാൻ അഹരോനും ഹൂരും സഹായികളായി എത്തിയതുപോലെ ഒരു പ്രാർത്ഥനാ സഹകാരികൾ നിനക്കുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ വലങ്കരം ഉയർന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തുവാൻ വരുന്ന ശത്രു നിന്റെ മുൻപിൽ പരാജയപ്പെടുവാൻ ഇടയായിത്തീരും. ശത്രു നിന്റെ മുൻപിൽ ഒരിക്കലും പ്രബലപ്പെടുകയില്ല. കാരണം പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രസംഗിക്കുന്നവനെ ജയിക്കുവാൻ കഴിയും, പാടുന്നവനെ ജയിക്കുവാൻ കഴിയും, ബൈബിൾ വായിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ കഴിയും. പക്ഷേ പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സാധനം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ശക്തിയെ ജയിക്കാൻ ഇന്നവരെ ഉലകത്തിൽ ഒരു ശക്തിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നഗ്നസത്യം. ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കരം ഉയർന്നിരുന്നാൽ പരാജയമല്ല പ്രിയരെ, വിജയം സുനിശ്ചിതമാണ്. വിജയത്തിൻ്റെ സോപാനത്തിലെത്തുവാൻ ആഗ്രഹത്തോടെ കുതൂഹലത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥനയുടെ അളവുകൾ വർദ്ധിക്കട്ടെ, പ്രാർത്ഥനയിൽ മുന്നേറട്ടെ. അങ്ങനെയെങ്കിൽ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വളരെ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമുവേൽ.